ഹായ് ഗായ്സ്, ചില ആളുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു വിഷയമാണ് പൈൽസ്. പൈൽസ് എന്ന രോഗത്തിൻ്റെ സൊല്യൂഷനെ കുറിച്ചുമാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. എല്ലാവർക്കും ദ റിയൽ വോയിസ് ഓഫ് എന്ന ചാനലിലേക്ക് സ്നേഹസ്വാഗതം. പൈൽസ് എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു രോഗമാണ്. ചില ആളുകൾ പൈൽസ്, ഫിസ്റ്റുല ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഒന്നാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു കൂട്ടരുണ്ട്. ഇപ്പം പല സോഷ്യൽ മീഡിയാസും കാരണം പല ആളുകൾക്കും ഇതെന്താണെന്ന് മനസ്സിലാക്കി തരാൻ യൂട്യൂബേഴ്സൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പലർക്കും അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു പലതാണ് എന്നും ധാരണയിലെത്തി സാധാരണ ജനങ്ങൾ. എങ്കിലും ഞാനിപ്പോൾ ഈ ഒരു വ്യാധികൾ വന്നാൽ നമുക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധമായിരിക്കും ഇതിന് മെയിൻ കാരണം. ഇതൊക്കെ ദൂരീകരിക്കാനുള്ള മരുന്നുകളാണ് ആദ്യം കഴിക്കേണ്ടത്. പിന്നീട് ചില ബുദ്ധിമുട്ടുകളൊക്കെ വരികയാണെങ്കിൽ സിസ് ബാത്ത് ഇരിക്കുക, ചില വെള്ളങ്ങൾ ഉപയോഗിച്ച്, ചില മെഡിക്കേറ്റഡ് ബാത്ത് ഉപയോഗിച്ച് അതിലേക്ക് ഇരിക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡൈജസ്റ്റീവ് സിസ്റ്റം ക്ലിയർ ആവുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ചില ഓപ്പറേഷൻസ്, സർജറിയുടെ പിന്നാലെ പോവാതെ ഇതും കൂടെ ചെയ്തിട്ട് ശേഷം നിങ്ങൾ പൈൽസ്, മൂലക്കുരു എന്ന് പറയുന്ന പൈൽസ്, ഫിഷർ ഇങ്ങനെയുള്ള രോഗങ്ങൾക്കുള്ള മരുന്ന് നിങ്ങൾ യൂസ് ചെയ്യും. ഓക്കെ, കൂടുതൽ ഗുണപ്രദമായിരിക്കും. ബൈ ഫ്രണ്ട്സ്.